കൂടുതൽ കൂടുതൽ വടക്കോട്ട് പോകുന്നവരും പശുക്കളാണെങ്കിൽ ഇവിടുത്തെ പശുക്കളുടെ ചൂടുള്ള പ്രദേശത്തെ പശുക്കളായിട്ട് ഒരു 3 ഇരട്ടിയെങ്കിലും വലിപ്പമുണ്ടായിരിക്കും. അപ്പോഴേ അവിടെയുള്ള തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ തണുപ്പിനെ അതിജീവിക്കാൻ പഠിച്ച പശുക്കൾ പാല് കൂടുതലുണ്ട് ഒറ്റ കാരണം കൊണ്ട് ആണ് ഇന്ന് നമ്മുടെ കാറ്റിൽ ബ്രീഡിംഗ് പോളിസിയുടെ ശാപം അനുഭവിക്കേണ്ടി വരുന്നത്. അത്ര തണുത്ത പ്രദേശത്ത് നിന്ന് ഉള്ള ജീവികളുടെ ശരീരത്തിന്റെ വലുപ്പം ഉള്ള ആ പശുക്കൾക്ക് കേരളത്തിലെ പോലെ ഹ്യൂമിഡ് ഹോട്ട് ചൂടും അന്തരീക്ഷത്തിലൂടെ എളുപ്പമുള്ള കാലാവസ്ഥയെ അതിജീവിക്കാവുന്ന ശാരീരിക പ്രത്യേകതകളല്ല ഉള്ളത്. ഇവിടെ വന്നാൽ അവർക്ക് ചൂട് സഹിക്കാൻ കഴിയില്ല. ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചൂടുള്ളിൽ തന്നെ കെട്ടി നിന്ന് അതിൻ്റെതായ രോഗങ്ങളും അതിൻ്റെതായ അസ്വസ്ഥതകളും കാഠിന്യമായിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ കാറ്റിൽ ബ്രീഡിംഗ് പോളിസി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ജീവികളോട് കാരുണ്യം കാണിക്കണമെന്ന് വിശ്വസിക്കാത്തത് കൊണ്ട് ഏത് പ്രദേശത്തേക്കും മൃഗങ്ങളെ ഇറക്കുമതി ചെയ്ത് കൊണ്ടുവന്ന് അതിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് കണ്ടാൽ അതിനെ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരാം എന്ന വളരെ തുറന്ന ഒരു സമീപനം എന്ന് നമ്മൾ പറയും. പക്ഷെ ഇത് വളരെ ക്രൂരമായ ഒരു സമീപനമാണ്. അപ്പോൾ ഈ അടുത്ത 4 കൊല്ലം ഒരു വാർത്തയുണ്ടായിരുന്നു. കനഡയിലത്തെ ഒരു സൂല് ഏഷ്യയിലുള്ള ആഫ്രിക്കയിൽ നിന്നാണെന്ന് അറിയില്ല, ഒരാന ഉണ്ടായിരുന്നു. അതിന് വാദം പിടിച്ച് നടക്കാൻ വയ്യാതെ അത് ചത്തുപോയിട്ട്. അതിന് അവിടെ വിന്ററായി കഴിഞ്ഞാൽ മഞ്ഞ് മൂടുന്ന സ്ഥലങ്ങളാണ്. ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇതിനെ കുറേയൊക്കെ പുതപ്പും കമ്പിയൊക്കെ ഇട്ടുകൊണ്ടൊക്കെ സംരക്ഷിക്കാൻ കുറച്ച് നാളത്തേക്കൊക്കെ പറ്റും. ചെറിയ മൃഗങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് കൂട്ടിൽ കൃത്രിമമായിട്ട് നമുക്ക് ചൂട് കൊടുത്തുകൊണ്ട് നിലനിർത്താം. ചെറിയ കൂട്ടിനുള്ള നമുക്ക് വേണമെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്ത് ചൂട് കൊടുക്കാം. പക്ഷെ ആന പോലെയുള്ള ജീവികൾക്ക് അങ്ങനെ ഒരു കൂട്ടിനുള്ളിടാൻ പറ്റാത്ത തുറന്ന സ്ഥലം ആവശ്യമായതുകൊണ്ട് വളരെ തണുപ്പുള്ള ആ പ്രദേശത്ത് കുറച്ചു കാലം കഴിഞ്ഞോടുകൂടി ഈ ആനയ്ക്ക് അതിൻ്റെ കാല് മുഴുവൻ അസുഖങ്ങളും ശരീരം മുഴുവൻ അസുഖങ്ങളും വാദം പിടിച്ച് അത് ചത്തുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് ഇവർ അതിനെപ്പറ്റി കാര്യമായി മനസ്സിലാക്കി വെച്ചൊരു തീരുമാനമെടുത്തു. ഇനി ഇവിടേക്ക് ആനകളെ കൊണ്ടുവരേണ്ടതില്ല മൃഗശാലയിലേക്ക് എന്നൊരു തീരുമാനമെടുത്തു. ഇതൊക്കെയാണ് എന്താ പറയുന്നത് വിസ്ഡം എന്ന് പറയുന്നത്, സെൻസിബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ. കാര്യം ആന അത്ര തണുപ്പുള്ള ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ അതിജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ അതിലുള്ള ചെറിയ കുറച്ച് കാലങ്ങൾ അതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ വളരെ ആഫ്രിക്ക പോലുള്ള സ്ഥലത്ത് ഇത്ര ചൂടുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഏഷ്യയിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഹിമാലയത്തിൻ്റെ പ്രവിശ്യകളിലാണെന്നുണ്ടെങ്കിൽ തണുപ്പ് സമയത്ത് താഴേക്ക് ഇറങ്ങുന്നത്.